ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കോറിലേഷൻ അനാലിസിസിൽ 2 പാർട്ട് വീഡിയോസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാൾപിയസൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ നമ്മളൊരു പ്രോബ്ലമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ മാക്സിമം 2 പ്രോബ്ലംസുകൾ, വ്യത്യസ്ത ടൈപ്സ് ഓഫ് 2 പ്രോബ്ലംസുകൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്നും ലൈക്ക് അടിച്ചാൽ കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ കാൾപിയസൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ അല്ലേ. എന്താണ് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് എന്തുള്ളത്, ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അടുത്ത് പ്രൈസും സപ്ലൈയും ഉണ്ട്. പ്രൈസ് എന്തൊക്കെയുള്ളത്? 25, 38, 29, 32, 35, 38, 40, 42. സപ്ലൈ 38, 35, 39, 45, 42, 48, 39, 52. ഓക്കെ, സോ ഈ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രൈസ്, സപ്ലൈ. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയിലേക്ക് എടുക്കുന്നു, വൈ എടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ എക്സ്ട്രാ 3 കോളംസ് ആണ് വേണ്ടത്. എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എക്സ് വൈ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ എക്സ് നമ്മൾ എഴുതി 25, 38, 29, 32, 35, 38, 40, 42 ആൻഡ് ദ ടോട്ടൽ വിൽ ബി 279. സോ എക്സ് ആണ് അതിൻ്റെ ടോട്ടൽ. അപ്പോൾ സിഗ്മ എക്സ് ആണ് 279 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ആ ഭാഗം ഓക്കെയാണ്. ദെൻ ഇനി വൈയുടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 38 + 35 + 39 + 45 + 42 + 48 + 39 + 52 ആൻഡ് ഇറ്റ് വിൽ ബി 338. സോ സിഗ്മ വൈ അല്ലേ, വൈ ആണ് അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ വൈ ആയിരിക്കും 338. ഇനി എക്സ് സ്ക്വയർ പറഞ്ഞാൽ 25ൻ്റെ 625, 38 1444, 29 841, 32 1024, 35 1225, 38 1444, 40 1600, 42 1764. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ 9967 കിട്ടും. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കാൽക്കുലേഷൻസിൽ ഒന്ന് പാളിക്കഴിഞ്ഞാൽ, ഈ ഒരു കോളംസിൻ്റെ എമൗണ്ട്സുകളിൽ പാളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് വിൽ ബി റോങ്. സോ ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഡബിൾ ചെക്ക് ചെയ്ത് ചെയ്യേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ 9967 കിട്ടി. സോ നമ്മൾ സിഗ്മ എക്സ് സ്ക്വയർ കാണിച്ചു. ദെൻ ഇനി നമുക്ക് വരുന്ന ഏതാണ്, വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 38ൻ്റെ സ്ക്വയർ കണ്ടു, 35ൻ്റെ 1225, 39ൻ്റെ 1521, 45 2 20 25, 42 1764, 48 2304, 39 521, 52 2704. സോ സിഗ്മ വൈ സ്ക്വയർ വിൽ ബി 14,508 കിട്ടി അല്ലേ, 14,508 കിട്ടി. ഇനി എക്സ് വൈ അറിയാലോ, എക്സും വൈയും തമ്മിൽ ഗുണിക്കാം. 25 × 38 950, 38 × 35 1330, 29 × 39 1131, 32 × 45 1440, 35 × 42 1470, 38 × 48 1824, 40 × 39 1560, 42 × 52 2184 അല്ലേ. ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,18,000 ലക്ഷം 1,18,089 കിട്ടും അല്ലേ. സോറി 11,889. 1 lakh ഇല്ല അല്ലേ. ഇപ്പോൾ സിഗ്മ എക്സ് വൈ നമുക്ക് എത്ര കിട്ടും? 11,889 എന്നും കിട്ടും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻസുകൾ എന്തൊക്കെയായിരുന്നു ഓർമ്മയില്ലേ? ഇക്വേഷൻസുകൾ നമുക്കറിയാം അല്ലേ. 3 ഇക്വേഷൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? 1/n × സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ × വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ √1/n × സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ √1/n × സിഗ്മ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്ത് നോക്കാം. ഓക്കെ, ഏത് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 ഇക്വേഷൻസ്, ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനാണ് എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വേണ്ട സാധനം എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാനാ നമുക്കിവിടെ വേണ്ട സാധനം എക്സ് ബാറും വൈ ബാറും ആണ് അല്ലേ. ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണ്ടതാണ്, ഇവിടെ ഇക്വേഷൻ എന്ന് കണ്ടാൽ അറിയാം, R = 1/n × സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ × വൈ ബാർ ആണ് അല്ലേ. നേരത്തെ നമുക്ക് സിഗ്മ എക്സ് സിഗ്മ വൈ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എക്സ് ബാറും വൈ ബാറാണ് ഈ ഇക്വേഷൻ എടുക്കുമ്പം. ഇപ്പോൾ എക്സ് ബാർ നമുക്ക് ഇങ്ങനെ കാണാം, സിഗ്മ എക്സിനെ
എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കിവിടെ എണ്ണം എത്ര ഉണ്ടായിരുന്നത്? 1 2 3 4 5 6 7 8 8 എണ്ണം ഉള്ളത്. അപ്പം സിഗ്മ 279/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 34.87 കിട്ടും. വൈ ബാർ 338/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 42.25 കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കിയാൽ ആ ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബാറും വൈ ബാറും കിട്ടി. ഇനി നമുക്കിത് എന്ത് ചെയ്യാനുള്ളൂ? നമ്മുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഇവിടെ കണ്ടാൽ അറിയാലോ. R = 1/n. 1/8 n 8 ആണെന്ന് തരാം. സിഗ്മ എക്സ് വൈ ഇവിടെ നോക്കിയാൽ നമുക്ക് എത്രയാണ്? 11,889. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 11,889 മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. എക്സ് ബാർ എത്രയാണ്? 34.87 വൈ ബാർ 42.25. സോ ഇവിടെ നോക്കിയാൽ കാണാം 34 × 87 ഇൻറ്റു 42.25 ഡിവൈഡ് ബൈ റൂട്ട് 1/n അല്ലേ? 1/8 ഇൻറ്റു പിന്നെന്താ വേണ്ടത്? സിഗ്മ എക്സ് ബാർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ 9967 9967 മൈനസ് എന്താണ്? എക്സ് ബാർ ആണ്. എക്സ് ബാർ സ്ക്വയർ ആണ് അല്ലേ? ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ സ്ക്വയർ ആണ്. എക്സ് ബാർ നമുക്കറിയാം എത്രയാണ്? 34.87. ഇവിടെ നോക്കിയാൽ കാണാം 34.87 സ്ക്വയർ. വൈ ബാറിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ എന്താണ്? റൂട്ട് 1/n ഇൻറ്റു എന്താണ്? സിഗ്മ വൈ സ്ക്വയർ 14,508 ആണ്. മൈനസ് എക്സ് ബാർ വൈ ബാർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42.25 സ്ക്വയർ ആണ്. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1486.13 മൈനസ് 1473.26 കിട്ടും. ഡിവൈഡ് ബൈ 1245 ഇൻറ്റു 0.88 മൈനസ് 1215.92 ഇൻറ്റു 1813.5 മൈനസ് 1785.06 കിട്ടും. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചെറുതാക്കി ചെയ്ത് വരുമ്പം 12.88 ഡിവൈഡ് ബൈ 29.96 ഇൻറ്റു 28.44 കിട്ടും. അതിൽ പിന്നെ കൂടി നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12.88 ഡിവൈഡഡ് ബൈ എന്താ കിട്ടുക? 5.47 ഇൻറ്റു 5.33. എങ്ങനെ കിട്ടുക? 29.96 റൂട്ട് ഒഴിവാക്കുമ്പോൾ 5.47 കിട്ടും. 28.44 റൂട്ട് ഒഴിവാക്കുമ്പോൾ 5.33 കിട്ടും. ഓക്കെ, ഇപ്പോൾ 12.88 ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്താണോ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.44 കിട്ടും. ഇതല്ല കേട്ടോ വരുന്നത്, 0.44 എന്ന് കിട്ടും. സോ അവർ ആൻസർ വിൽ ബി എന്നായിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? 0 to 1 പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് കോറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും നമുക്ക്? ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പറയാൻ പറ്റും അല്ലേ? ഇതെന്താണെന്ന് പറയാൻ പറ്റും നമുക്ക്? പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആയോ? സെറ്റ് അല്ലേ? ഓക്കെ, ദെൻ ഈ രണ്ട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? 2 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻസ് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ നമ്മുടെ സെൻറ്ററിലുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം? നമ്മളിപ്പോൾ ചെയ്ത ഈ ആൻസർ ഒന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കിട്ടുക കേട്ടോ. ഓക്കെ, സോറി, നമ്മളിപ്പോൾ ഈ ഇക്വേഷനാണല്ലോ അപ്ലൈ ചെയ്തത്, ഈ ഇക്വേഷൻ അല്ല അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ ആയിരുന്നു 1/n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ അല്ലേ? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഏത് വെച്ചിട്ട് ചെയ്യാം? ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മുടെ ഫസ്റ്റിലെ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ചെയ്തതായിരുന്നു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ഇൻകം എക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ വൈ ഓഫ് 5 വർക്കേഴ്സ് കമ്പ്യൂട്ട് കാൾ പിയേഴ്സൺ കോറിലേഷൻ. എന്നാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലേ? നമുക്ക് കാണാനോ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നോക്കാം എന്താണ് ഇക്വേഷൻ എന്തൊക്കെയാണുള്ളത്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമുക്ക് 1000 തന്നിട്ടുണ്ട്. സിഗ്മ വൈ മൈനസ് വൈ ബാർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. അതുപോലെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എത്ര തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട്. ഇത്രയാണ് എന്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നേരത്തെ പോലെ എക്സും വൈയും കണ്ട്
എക്സ് ബാറും വൈ ബാറും കണ്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതൊക്കെ കണ്ടു വന്നതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കണ്ടേ, ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഇക്വേഷൻസിലും ഏതെങ്കിലും ഇക്വേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് പറ്റും. നമ്മുടെ ഫസ്റ്റിലെ ഇക്വേഷനിൽ എവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, R is equal to 1/n into sigma x minus x bar into y minus y bar divided by root 1/n into sigma x minus x bar whole square into root 1/n into sigma y minus y bar whole square അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം 1/n എത്രയാണ്, 5 ആണ് അല്ലേ. ഇവിടെ 5 വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അല്ലേ. ഓക്കെ, 1/5 ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇവിടെ നോക്കിയേ, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. സോ 1/5 ഇൻറ്റു 100 കൊടുക്കുക. ദെൻ അടിയിലേക്ക് ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 1000 ഉണ്ട് അല്ലേ. അതിവിടെ വേണം. 1/5 ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 1000 ഇൻറ്റു 1/n ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ 1/5. സിഗ്മ വൈ മൈനസ് വൈ ബാർ നമുക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് എത്രയാണ്, 40 ആണ് അല്ലേ. അവിടെ 40 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 1/5 ഇൻറ്റു 100 ഡിവൈഡ് ബൈ റൂട്ട് 1/5 ഇൻറ്റു 1000 ഇൻറ്റു 1/5 ഇൻറ്റു 40. അപ്പം 1/5 ഇൻറ്റു 100 പറഞ്ഞാൽ 20 ആണ്. 1/5 ഇൻറ്റു 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. 1/5 ഇൻറ്റു 40 പറഞ്ഞാൽ റൂട്ട് 8 ആണ്. അപ്പോൾ 20/14.14 ഇൻറ്റു 2.82. സോ 20/39.8 കിട്ടും. സോ ആൻഡ് ഇറ്റ് വിൽ ബി 0.502 ആയിരിക്കും അല്ലേ. എന്തായിരിക്കും, 0.502 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് പോസിറ്റീവ് അല്ലേ. ഇൻകം എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള റിലേഷൻ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ 3 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസുകൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സും വൈയും ഡയറക്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ഇക്വേഷൻസിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. എക്സും വൈയും ഡയറക്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് ഇതുപോലെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതെന്തായിരുന്നു, നമ്മുടെ കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് അല്ലേ. ഈ 1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ കൊവേരിയൻസ് എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഈ സാധനമാണ് അതെന്നുള്ള മനസ്സിലാക്കണം. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ് അതെന്നുള്ള മനസ്സിലാക്കണം. ദെൻ ഈ കാണുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും. ചിലപ്പോൾ അങ്ങനെ പേര് പറഞ്ഞിട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ സാധനമാണ് ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം, ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതാണ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഫൈൻ. സോ നമ്മൾ അത്യാവശ്യം പ്രോബ്ലംസുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് ഈ ഏരിയയിൽ നമുക്ക് പറയാൻ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതാ നമ്മുടെ പ്രത്യേകതകൾ നോക്കിക്കോ. എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ടേക്സ് എനി വാല്യൂ ബിറ്റ്വീൻ 1 and -1. നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാൾ പിയേഴ്സൺ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ -1-ൻ്റെയോ 1-ൻ്റെയോ ഇടയിലായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റ് വൺ അവർ ആൻസർ ഈസ് റോങ്. നമ്മുടെ ആൻസർ എന്താണ്, റോങ് ആണ്. നമ്മുടെ കാൽക്കുലേഷൻസ് എന്തോ പിഴവ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഓൾവേസ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 1. ഒരു റിലേഷനും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, അല്ലാതെ -1-ൻ്റെ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ +1-ൻ്റെ അപ്പുറത്തേക്കോ പോകില്ല. ദെൻ അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഎഫിഷ്യൻ റിമെയിൻ അൺഅൾട്ടേർഡ്. എന്താണ് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്, അളവ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന 6 വിൽ ബി അൺഅൾട്ടേർഡ് എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല. ഇഫ് എ കോൺസ്റ്റൻറ്റ് ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ് ഓർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഫ്രം എനി വാല്യൂ ഓർ ഫ്രം ബോത്ത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിലൊരു മാറ്റം ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സും വൈയും ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ എക്സ് വൈ ഉണ്ടല്ലോ, ഇതിലിപ്പം എല്ലാത്തിലും നമ്മളിപ്പോൾ എന്ത് ചെയ്തു, എല്ലാത്തിനും എന്ത് ചെയ്തു, എക്സിൽ നമ്മൾ എല്ലാത്തിലും 5 വീതം കുറച്ചു, അല്ലെങ്കിൽ 5 കൊണ്ട് ഗുണിച്ചു, അല്ലെങ്കിൽ 5 കൂട്ടി. അതേപോലെ വൈയിൽ 3 കൊണ്ട് ഗുണിച്ചു, അല്ലെങ്കിൽ 3 കുറച്ചു. എല്ലാത്തിനും 38 3 കുറച്ചാൽ 35, 35 3 കുറച്ചാൽ 32 അല്ലേ. അങ്ങനെ നമ്മളൊരു എമൗണ്ടിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒറ്റൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ എക്സ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ വൈ മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന R എന്തായിരിക്കും,
സെയിം ആയിരിക്കും എന്നാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ കൂട്ടിയാലും കുറച്ചാലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഓക്കെ. അതിനിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം എക്സ് മാത്രമായാലും ശരി, ഇനി എക്സും വൈ മാത്രമായാലും ശരി, എക്സും വൈയും കൂടെ ഒരുമിച്ചായാലും ശരി, എന്തുണ്ടാവില്ല, നമ്മുടെ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 25, 38 ഉണ്ട് അല്ലേ? ഇവിടെ എക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ എല്ലാ ഐറ്റത്തിലും 5 കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതേപോലെ വൈയിൽ വേണമെങ്കിൽ 3 കുറച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും കിട്ടുക? 0.44 ആയിരിക്കും കിട്ടുക. ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. ദെൻ ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കോ. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് സിമ്മട്രിക് റെസ്പെക്റ്റീവ് വേരിയബിൾ ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു ആർ കോമ വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ എക്സ് ആൻഡ് വൈ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത്. ഇവിടെ എടുക്കുന്ന എക്സ് ആൻഡ് വൈ പരസ്പരം മാറിക്കഴിഞ്ഞാലും എന്തില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ഈ എക്സിന് ഇവിടെ നമ്മളെ പ്രൈസാണ് എക്സ് എടുത്തത്, സപ്ലൈ ആണ് വൈ എടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് വൈയും സപ്ലൈ എക്സ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് അല്ലേ? സ്ക്വയറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും, സിമ്മട്രിക് ആയിരിക്കും. എന്തുണ്ടായിരിക്കില്ല? മാറ്റം ഉണ്ടായിരിക്കില്ല എന്നാണ് ഏത് പോയിന്റ് പറഞ്ഞത്? ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് സിമ്മട്രിക് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ നിങ്ങൾ എന്താണ്? കോറിലേഷൻ ബിറ്റ്വീൻ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എന്താണ്? 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിൽ ബി 0. ഒരു ബന്ധമില്ലാത്ത രണ്ടെണ്ണം തമ്മിലുള്ള കോറിലേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതിനൊരു പ്രോബ്ലം കൂടി നമുക്കിവിടെ ചെയ്ത് നോക്കാണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ പക്കാ കറക്റ്റ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, ഒരു കണക്ഷനും ഇല്ലാത്ത വേരിയബിളാണെന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കാൽപിയേഴ്സിൻ്റെ 2 പ്രോബ്ലംസും കൂടെ നമ്മൾ നോക്കി. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ നോട്ട്സുകൾ അയച്ചിരുന്നതായിരിക്കും. സിമ്പിളായിട്ടോ എങ്ങനെ ചുരുങ്ങിയ പേഴ്സിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ച് ഞാൻ നോട്ട്സുകൾ തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് എന്നോട് ആസ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നമ്മുടെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? വരുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ.